ബാക്ക്ലോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേറ്ററ്റിന്റെ സർവീസ് എക്സാം ഇന്നലത്തോടെ അവസാനിച്ചിരിക്കുകയാണല്ലേ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? ഈസി ആയിരുന്നോ, ബുദ്ധിമുട്ടായിരുന്നോ? താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. കുറച്ച് കുട്ടികൾ പറയണ്ടായിരുന്നു എക്സാം കുഴപ്പമില്ല, ഈസിയും അല്ല ബുദ്ധിമുട്ടും അല്ല, ഒരു മീഡിയം ലെവൽ, ഒരു ആവറേജ് ലെവലിലാണ് പോകുന്നത്. ചില കുട്ടികൾക്ക് നല്ല ചില സബ്ജക്റ്റുകൾ, ഇപ്പോൾ സൈക്കോളജി അല്ലെങ്കിൽ മാത്സ്, കേവണിൻ്റെ കാര്യം പറയുന്നത് മാത്സ്, മലയാളം, അങ്ങനെ ചില സബ്ജക്റ്റുകൾ അവർക്ക് കുറച്ച് ഈസി ആയിട്ടുണ്ട്, ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും പല ഡേറ്റുകൾ മാറ്റി വെച്ചിട്ടുള്ള കേറ്ററ്റിൻ്റെ എക്സാം ഇന്നലത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ടീച്ചേഴ്സിനുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അടുത്ത പ്രൊസീജിയർ, എപ്പോഴാണ് ഇതിൻ്റെ ആൻസർ കീ വരുന്നത്, റിസൾട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. കാരണം അറിയാം, ഓരോ ടീച്ചറും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അത്രയും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലും ആ തിരക്കിൻ്റെ ഇടയിലും കിട്ടുന്ന സമയം പഠിച്ചിട്ടാണ് അവർ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വരേണ്ടത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. കമൻ്റ് ഇട്ട് ചോദിച്ച അറിയാത്ത ടീച്ചേഴ്സിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കേട്ടിട്ട് നേരത്തെ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. അപ്പോൾ ഇനി വരുന്നത് ഒരു പ്രൊവിഷണൽ ആൻസർ കീ ആണ്. സാധാരണ നിലയ്ക്ക് ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ പ്രൊവിഷണൽ ആൻസർ കീ പരീക്ഷാ ഭവൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിൻ്റെ പരീക്ഷാ ഭവൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒഫീഷ്യലായിട്ട് അറിയില്ല. എന്നാൽ സാധാരണ നിലയ്ക്ക് ഒരു 1-2 വീക്സ് ഒക്കെയാണ് അതിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാകാം, അല്ലെ തെറ്റുകൾ ഉണ്ടാകാം, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നിലയ്ക്ക് കഴിഞ്ഞ കേറ്ററ്റിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, പിന്നീട് ഈ പ്രൊവിഷണൽ ആൻസർ കീക്ക് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ഒരു അവസരമാണ് പരീക്ഷാ ഭവൻ തരുന്നത്. ചിലപ്പോൾ കറക്റ്റ് ആൻസർ കീ, ചിലപ്പോൾ കറക്റ്റ് ആൻസർ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിൽ 2 ആൻസർ കീ വന്ന് അങ്ങനെ വന്നിട്ടുണ്ടാകും, ക്വസ്റ്റ്യൻ ഇല്ലാത്ത ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ചാലഞ്ച് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചാലഞ്ച് ചെയ്യാം. പ്രൂഫ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിന് കേറ്ററ്റിന് പരീക്ഷാ ഭവന് ചാലഞ്ച് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അവരെന്ത് ചെയ്യും, ആ ഒരു ടൈം പീരീഡ് തരും. ഇത്ര ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നുള്ള രൂപത്തിൽ ഒരു ഡേറ്റ് നമുക്ക് തരും. ഒരു പ്രത്യേക ഫോമൊക്കെ അത് പരീക്ഷാ ഭവൻ സാധാരണ നിലയ്ക്ക് തരാറുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് കൊടുക്കാം. ദെൻ അതിനുശേഷം ഈ പറയുന്ന ഒരു വിദഗ്ധ സമിതി അത് പരിശോധിക്കുകയും അതിനകത്ത് ഈ പറഞ്ഞതുപോലുള്ള മിസ്റ്റേക്കുകൾ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരുത്തും, ഇല്ലെങ്കിൽ അത് തിരുത്തില്ല കേട്ടോ. കാരണം നമ്മൾ വേറെ ചില ടീച്ചേഴ്സ് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിരുന്നാലും ശരി പ്രൂഫൊന്നും വെക്കാതെ വെറുതെ ഇങ്ങനെ അയക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, നമ്മളത് ചലഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫോട് കൂടി തന്നെ ആയിരിക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു റെക്ടിഫൈഡ് ആൻസർ കീ, ഒരു ഫൈനൽ ആൻസർ കീ ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് ഈ പ്രൊവിഷണൽ ആൻസർ കീ ശേഷം ആ മിസ്റ്റേക്കുകൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള അവസരത്തിന് ശേഷം വരുന്നത് ഒരു ഫൈനൽ ആൻസർ കീ ആണ്. ആ ഫൈനൽ ആൻസർ കീയിൽ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ പിന്നെ അടുത്തത് റിസൾട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കേറ്ററ്റിൻ്റെ സംഭവങ്ങൾ, പ്രൊസീജിയറുകൾ ഇതുവരെ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രൊവിഷണൽ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിൻ്റെ പല ചാനലുകളും അക്കാദമികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആൻസർ കീ ഇടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീ എന്ന് പറയുന്നത് പരീക്ഷാ ഭവൻ പബ്ലിഷ് ചെയ്യുന്ന ആൻസർ കീ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചില ടീച്ചേഴ്സ് ഇങ്ങനെ പറയണ്ടായിരുന്നു, വേണ്ട നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സർ, ഈ തിരക്കിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊവിഷണൽ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഒരു കോമൺ കേറ്ററ്റ് എന്തായാലും വരാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, നിങ്ങളിപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ എന്താണ് ഇത് പാസ്സാകാൻ ചാൻസ് ഇല്ല, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതിയതിലൊരു കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിക്കുക. കാരണം നമുക്ക് എന്തായിരുന്നാലും ഇത് പാസ്സായേ പറ്റൂ അല്ലേ. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചാൽ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകൾ വെറുതെ ഇരിക്കുന്നവരല്ല, വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഫ്രീ ടൈമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഈ പറയുന്ന രൂപത്തിൽ ആ ഭാഗങ്ങളൊക്കെ കേട്ടിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വൺ ആകട്ടെ 2 ആകട്ടെ ഇനി 3 ആകട്ടെ 4 വരുന്ന ലാംഗ്വേജസ് ആകട്ടെ, അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ കവർ ചെയ്ത് കുറേശ്ശെ കവർ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും ഒരുമിച്ച് കുറേ ടൈം ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങൾക്കും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അത്രത്തോളം ഒരു ഇതല്ല, നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. അതല്ല ചെറിയൊരു പ്രതീക്ഷയൊക്കെ നിങ്ങൾക്കുണ്ട്, ആൻസർ കീ കൂടി വന്നിട്ട് പറയാം എന്നുള്ളൊരു രൂപത്തിലാണ് എങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ആൻസർ കീക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായിരുന്നാലും നിരാശപ്പെടേണ്ട. നമുക്ക് എന്തായാലും പാസ്സായി എടുക്കണം. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ക്ലോറയിൽ K1 K2 അതുപോലെ തന്നെ 3, 4 സബ്ജക്റ്റുകൾ നടക്കുന്നുണ്ട്. 3യുടെ തന്നെ ഹിന്ദി അറബിക്കാണ് മെയിനായിട്ട് നമുക്ക് നടക്കുന്നത്. പിന്നെ 4ൻ്റെ ഡ്രോയിങ്, സ്വിങ്, അറബി, ഹിന്ദി, ഓക്കെ, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ സൈക്കോളജിയുടെ കാണിക്കുമ്പോൾ ഏറ്റവും പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാം നടക്കുമ്പോഴും നമുക്ക് വന്നിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരുപാട് പ്രയാസം എന്ന് പറയുന്നത്, ഓരോ വിഷമം പറഞ്ഞിട്ടുള്ള ഈ സൈക്കോളജി വിഷയത്തിലാണ്. കാരണം അതിങ്ങനെ ഓർത്തു വെക്കാൻ പ്രയാസം, കുറേ നാൾ, ഇപ്പോൾ ബി എഡൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ കുറേ നാളായില്ലേ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെമ്മറിയിൽ ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ഒക്കെ ടീച്ചേഴ്സ് കമൻറ്റ് ചെയ്ച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിയൊക്കെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ക്ലാസ്സിൻ്റെ മോഡലുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ, അക്ലോറയുടെ ചാനലുണ്ട്, അക്ലോറ കേറ്ററ്റിൻ്റെ ചാനലുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാനാണെങ്കിൽ പോലും ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ നെക്സ്റ്റ് ഒരു എക്സാമിന് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ഈ എക്സാം വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തവരാണ് എങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അത് സെൽഫായിട്ടായിരുന്നാലും ഇനി വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടായിരുന്നാൽ പോലും നേരത്തെ പഠിക്കുക എന്നുള്ളൊരു കോമൺ പോയിന്റിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.